ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ മാസസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് നമ്മളൊരു ബ്ലഡ് റിലേഷൻസ് ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ വളരെ രസകരമായിട്ട് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ലോജിക്കലി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എയർ മാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എയർ മാസസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത്തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നും വളരെ സിമ്പിളായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എയർ മാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് രണ്ട് ഡെഫിനീഷൻസ് പരിശോധിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീറ്റേഴ്സന്റെ അഭിപ്രായത്തിൽ എന്താണ് എയർ മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു പീറ്റേഴ്സൺ, an air mass is a huge body of air whose physical properties, notably temperature and humidity, are more or less uniform horizontally എന്നുള്ളതാണ്. അപ്പം പീറ്റേഴ്സന്റെ അഭിപ്രായത്തിൽ എയർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ബോഡി ഓഫ് എയർ ആണ്. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഹൊറിസോണ്ടലി യൂണിഫോം ആയിരിക്കും എന്നുള്ളതാണ് പീറ്റേഴ്സന്റെ അഭിപ്രായത്തിൽ എയർ മാസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ത്രിവാർത്ത ആൻഡ് ഹോൺ എങ്ങനെയാണ് എയർ മാസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ ത്രിവാർത്ത ആൻഡ് ഹോൺ ഡിഫൈൻഡ് എയർ മാസ് ആസ് എൻ എക്സ്റ്റെൻസീവ് പോർഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് hydrostatic stability are relatively uniform in the horizontal direction എന്നുള്ളതാണ്. അപ്പോൾ ഇതും അദ്ദേഹവും പറയുന്നത് എയർ മാസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പോർഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. അതിനകത്ത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ആ ഒരു എയർ മാസ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ റിലേറ്റീവ്ലി യൂണിഫോം ആയിരിക്കും എന്നുള്ളതാണ് ത്രിവാർത്തയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ പറ്റും എയർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു എയർ പാഴ്സലാണ് അല്ലെങ്കിൽ ഒരു എയറിൻ്റെ ബോഡിയാണ്. അത് കോമൺ ആയിട്ടുള്ള ചില ഫിസിക്കൽ, ഇപ്പോൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിൻ്റെ കാര്യത്തിലുമൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ എയർ പാഴ്സലുകളെയും നമുക്ക് എയർ മാസസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ക്വൈറ്റ് ലാർജ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ വലിപ്പമുള്ളതായിരിക്കണം. അതായത് ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഒരു 1600 കിലോമീറ്ററിലും കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അത് 6000 കിലോമീറ്റേഴ്സ് വരെയൊക്കെ എത്താറുണ്ട്. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി ക്വൈറ്റ് ലാർജ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇതിന് എർത്ത് സർഫേസിൻ്റെയും ഈ എയർ മാസിൻ്റെയും ടോപ്പുകൾ തമ്മിൽ സെവറൽ കിലോമീറ്റേഴ്സിൻ്റെ, ഇപ്പോൾ ഒരു 7 to 8 കിലോമീറ്റേഴ്സിൻ്റെ ഒരു വിട്ട് ഉണ്ടാവണം എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ഇറ്റ് മസ്റ്റ് ഹാവ് യൂണിഫോം പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. അതായത് എയർ മാസിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ഇത്രയും കിലോമീറ്ററിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ എയർ പാഴ്സലിൻ്റെ അകത്ത് യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഹ്യൂമിഡിറ്റി ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം, ദെൻ അതുപോലെ തന്നെ എയറിൻ്റെ സ്റ്റെബിലിറ്റിയും സിമിലർ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെയർ ആയിട്ടുള്ള ഒരു സിസ്റ്റവും മൂവ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് അത് സറൗണ്ടിങ് ആയിട്ടുള്ള എയറുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സറൗണ്ടിങ് എയറിൽ നിന്നും വ്യത്യസ്തമായിരിക്കുകയും ചെയ്യണം. ആ ഒരു എയർ പാഴ്സൽ മൂവ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഒരു സ്വഭാവത്തെ, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 3 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകളാണ് ഒരു എയർ പാഴ്സലിന് നമ്മൾ എയർ മാസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, അത് വളരെ ലാർജർ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? ഗ്രേറ്റർ ദാൻ 1600 കിലോമീറ്റേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ അതിന് കോമൺ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റിയുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി ട്രാവൽ ഇൻ ഗ്രൂപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ അതെന്ത് ചെയ്യണം, അതിൻ്റെ ഒറിജിനൽ പ്രോപ്പർട്ടീസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് 3 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സൈസ് ആൻഡ് ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തത് ട്രോപ്പോഫോസ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കാറുണ്ട്. ചില സമയത്ത് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്ററിൻ്റെ വിത്ത് ഉണ്ടാവണം. ഹൈറ്റ് എന്ന് പറയുന്നത് 8 to 12 കിലോമീറ്റർ ആയിരിക്കണം. അതായത് ഹൈറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എയർ മാസിൻ്റെ ഏറ്റവും ലോവർ ആയിട്ടുള്ള സ്ഥലവും അതിൻ്റെ അപ്പർ ആയിട്ടുള്ള സ്ഥലവും തമ്മിൽ 8 to 12 കിലോമീറ്ററോളം വിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡെപ്ത് ഉണ്ടാവണം എന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1600 കിലോമീറ്ററിൽ കൂടുതലായിരിക്കണം. ദാറ്റ് മീൻ 3000 to 6000 കിലോമീറ്റർ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സോഴ്സ് റീജിയനെ നമ്മൾ നോക്കുന്ന സമയത്ത്
എവിടെയാണ് ഈ എയർ മാസ് രൂപീകൃതമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സോഴ്സ് റീജിയനെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 5 കാറ്റഗറിയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള എയർ മാസുകൾ രൂപീകൃതമാകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് മാരിടൈം പോളാർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കി പോളാർ റീജിയണിലെ ഓഷ്യൻ്റെ മുകളിൽ രൂപീകൃതമാകുന്ന എയർ മാസുകളെയാണ് മെരിടൈം പോളാർ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ പോളാർ എന്ന് പറയുമ്പം ഏകദേശം 60 ഡിഗ്രി നോർത്ത് മുതൽ 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ആ ഭാഗങ്ങളിലാണ് ഏകദേശമായിട്ട് ഇത്തരത്തിലുള്ള ഓഷ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഷ്യൻസിൻ്റെ മുകളിലാണ് എയർ മാസുകൾ രൂപീകൃതമാകുന്നത്. അതായത് അന്റാർട്ടിക് പസഫിക് ഓഷ്യൻസിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ആർട്ടിക്കിൻ്റെ മേഖലകളിലും നമുക്ക് ഇത്തരത്തിലുള്ള മാരിടൈം പോളാർ റീജൻസ് കാണാൻ വേണ്ടി പോളാർ എയർ മാസുകൾ കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഇനി കോണ്ടിനെന്റൽ പോളാർ പോളാർ റീജിയണിനകത്തുള്ള കോണ്ടിനെന്റ്സിന്റെ മുകളിൽ രൂപീകൃതമാകുന്ന എയർ മാസസ് ആണിത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇൻറ്റൻസിഫൈ ചെയ്യുന്നത് വിൻ്റർ സീസണിലാണ്. കോൾഡ് വിൻ്റർ സീസണിൽ ഇത് ഇൻറ്റൻസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അന്റാർട്ടിക്കിൻ്റെ കോണ്ടിനെൻറ്റ്, അതായത് അന്റാർട്ടിക്കിൻ്റെ കോണ്ടിനെൻറ്റ് ഭാഗങ്ങൾ തന്നെയാണ് ഈ ഒരു കോണ്ടിനെൻ്റൽ പോളാർ രൂപീകൃതമാകുന്നത് എന്നുള്ളതാണ്. ഇനി മെരിടൈം ട്രോപ്പിക്കൽ ആണ്. അതായത് ട്രോപ്പിക്കൽ റീജിയൻ്റെ ഓഷ്യൻ്റെ മുകളിൽ രൂപീകൃതമാകുന്ന എയർ മാസുകളെയാണ് മെരിടൈം ട്രോപ്പിക്കൽ എന്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ദെൻ കോണ്ടിനെൻ്റൽ ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ ട്രോപ്പിക്സിലെ കോണ്ടിനെൻസിൻ്റെ മുകളിൽ രൂപീകൃതമാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്കയൊക്കെ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇവിടെയൊക്കെ കൂടുതലായിട്ടുള്ള എയർ മാസസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഇക്വറ്റോറിയൽ മെരിടൈം, അതായത് ട്രേഡ് വിൻസ് കൺവേർട്ട് ചെയ്യുന്ന ITCZന്റെ ഭാഗങ്ങളിലായിട്ട് എയർ മാസുകൾ പലപ്പോഴും രൂപപ്പെടാറുണ്ട്. അപ്പോൾ അവിടെ രൂപപ്പെടുന്ന അവിടുത്തെ ഓഷ്യനിൽ, അതായത് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൻ്റെ ഭാഗങ്ങളിലുള്ള ഓഷ്യനിൽ രൂപപ്പെടുന്നതായ എയർ മാസുകളെയാണ് നമ്മൾ മെരിടൈം ഇക്വറ്റോറിയൽ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഴ്സ് റീജിയൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസുലേഷനും അതുപോലെ തന്നെ എർത്തിൻ്റെ റേഡിയേഷനും സർഫേസിൽ നിന്നുള്ള റേഡിയേഷനൊക്കെ അടിസ്ഥാനത്തിൽ സോഴ്സ് റീജിയൻസിൽ ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ തെർമോഡൈനാമിക് മോഡിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് എയർ മാസുകൾ വാം എയർ മാസുകളും രൂപീകൃതമാകാറുണ്ട്, കോൾഡ് എയർ മാസുകളും രൂപീകൃതമാകാറുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എയർ മാസുകളിൽ ഉള്ള അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് എയറിനെ അനലൈസ് ചെയ്തുകൊണ്ട് അത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ള ഒരു രീതിയിലേക്കും നമുക്ക് പഠനം നടത്താൻ വേണ്ടി കഴിയും. അപ്പോൾ കോൾഡ് ആണോ വാം ആണോ, അതുപോലെ തന്നെ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ മെക്കാനിക്കൽ ഓർ ഡൈനാമിക് മോഡിഫിക്കേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വേൾഡിൽ പ്രധാനപ്പെട്ട എയർ മാസുകൾ എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ ടേം തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയും. മെരിടൈം ട്രോപ്പിക്കലാണ് MT എന്ന് പറയുന്നത്. CT എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടിനെൻ്റൽ ട്രോപ്പിക്കലാണ്. കോണ്ടിനെൻ്റൽ പോളാർ ഇവിടെ കിടക്കുന്നുണ്ട്, മെരിടൈം പോളാർ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതായത് ഒരു വേൾഡിലെ ഇൻസുലേഷനും അതായത് ടെമ്പറേച്ചർ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഓഷ്യൻ്റെ ലൊക്കേഷൻ എവിടേക്കാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ, സ്വാഭാവികമായിട്ടും ലാൻഡാണോ ഓഷ്യനാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അതിനനുസരിച്ചിട്ട് നമുക്ക് എവിടെയാണ് ഏത് മേഖലയിലാണ് ഏത് എയർ മാസ് രൂപീകൃതമാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു ടേമുകൾ സിമ്പിൾസ് മനസ്സിലാക്കി വെക്കുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ മാസുകളാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ജോഗ്രഫിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് രൂപീകൃതമാകുന്ന സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ട്രോപ്പിക്കൽ റീജിയണിലാണോ അതോ പോളാർ റീജിയണിലാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇനി ട്രോപ്പിക്കലിൽ ഓഷ്യനിലാണോ അതോ കോണ്ടിനെന്റിലാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. പോളാറിലാണെങ്കിൽ അത് ഓഷ്യനിലാണോ അതോ കോണ്ടിനെന്റിലാണോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതാണ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ തെർമോഡൈനാമിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ പോളാർ റീജിയണിൽ കോണ്ടിനെന്റിൽ രൂപീകൃതമാകുന്ന ഒരു വാമായിട്ടുള്ള ഒരു എയർ മാസ് ആണെങ്കിൽ നമ്മൾ അതിന് പേര് നൽകുക. ഞാൻ പറഞ്ഞു പോളാർ റീജിയണിലുള്ള മാരിടൈം, അതായത് ഓഷ്യൻ ആണ് ഞാൻ പറഞ്ഞത്. സോ ഓഷ്യൻ എന്ന് പറയുമ്പം M കൊടുത്തു.
ഇനി ഏത് റീജിയൻ ആണ്? പോളാർ റീജിയൻ ആണ്. ഞാൻ പറഞ്ഞു വാം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPW ആയിരിക്കും ഞാൻ പറഞ്ഞ ഈ ഒരു ടേമിൻ്റെ ഇത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിന് എയർ മാസിന് പേര് നൽകുന്നുണ്ടാവുക. ഇനിയിപ്പോൾ കോണ്ടിനെന്റിലുള്ള ട്രോപ്പിക്സിലുള്ള കോണ്ടിനെന്റിലാണെന്നുണ്ടെങ്കിൽ CTW ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അതിനൊരു പേര് നൽകുക. വളരെ എളുപ്പമാണ് തെർമോഡൈനാമിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നതിന്. ഇപ്പോൾ തെർമോഡൈനാമിക്സിൽ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ വാമാണോ കോൾഡാണോ എന്ന് നോക്കുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതും കൂടി നോക്കിയിട്ടായിരിക്കും എയർ മാസിന് പേര് നൽകുന്നുണ്ടാവുക. ഇനി മെക്കാനിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം ഇതിൻ്റെ എയർ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും എയർ മാസിൻ്റെ ക്ലാസിഫിക്കേഷന് ബേസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് റീജിയൻ ആണ്. ഓക്കെ, അതായത് പോളാർ ആണോ കോണ്ടിനെൻ്റ് ആണോ എന്നുള്ള സോഴ്സ് റീജിയൻ ആണ്. ദെൻ അതിൻ്റെ ടെമ്പറേച്ചറിനെയും പിന്നെ മോയ്സ്ചർ പ്രോപ്പർട്ടീസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട കാറ്റഗറി ട്രോപ്പിക്കൽ ആണോ പോളാർ ആണോ എന്നുള്ളതാണ്. കാരണം ബിക്കോസ് ദ ഗ്രേറ്റ് സോഴ്സ് റീജിയൻസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഹൈ ആൻഡ് അറ്റ് ലോ ലാറ്റിറ്റ്യൂഡ്സ് എന്നുള്ളതാണ്. അപ്പം ഹൈ ലോ ലാറ്റിറ്റ്യൂഡ്സിലാണ് പൊതുവെ എയർ മാസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ്. ദെൻ ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രോപ്പിക്കലിലോ ഓഷ്യനിലാണോ കോണ്ടിനെന്റിലാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇതിനെ വീണ്ടും നമ്മൾ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇപ്പം അത് എങ്ങനെയാണ്? വാമാണോ കോൾഡാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വീണ്ടും അത് അൺസ്റ്റേബിൾ ആണോ സ്റ്റേബിൾ ആണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആദ്യം നമ്മൾ ഈ എയർ മാസ് രൂപീകൃതമാകുന്നത് ട്രോപ്പിക്കിലാണോ പോളാറിലാണോ എന്നുള്ളത് നോക്കും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ട്രോപ്പിക്കൽ ഓഷ്യൻ്റെ മുകളിലാണോ അതോ ലാൻഡിൻ്റെ മുകളിലാണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. ഇനിയിപ്പോൾ അതിനും ശേഷം നമ്മൾ ചെയ്യുന്നത് അത് വാമാണോ കോൾഡാണോ എന്നുള്ളത് അനലൈസ് ചെയ്യും. ദെൻ അത് അൺസ്റ്റേബിൾ ആണോ സ്റ്റേബിൾ ആണോ എന്നുള്ളതും കൂടി അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എയർ മാസസിന് എന്ത് ചെയ്യുന്നുണ്ടാവുക? പേരുകൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞു, ഒന്ന് പോളാർ എയർ മാസ് ഉണ്ട്, ട്രോപ്പിക്കൽ എയർ മാസ് ഉണ്ട്. ദെൻ ഇതിനെ വീണ്ടും മെരി ടൈം ആയിട്ടും കോണ്ടിനെൻ്റൽ ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 4 കാറ്റഗറീസ് വരുന്നുണ്ട്. കോണ്ടിനെൻ്റൽ പോളാർ ഉണ്ട്, മെരി ടൈം പോളാർ എയർ മാസ് ഉണ്ട്, കോണ്ടിനെൻ്റൽ ട്രോപ്പിക്കൽ ഉണ്ട്, മെരി ടൈം ട്രോപ്പിക്കൽ ഉണ്ട്. ഓക്കെ, ഇപ്പം ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ, ആദ്യമായി ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ക്ലൈമറ്റോളജിയിലെ മറ്റൊരു ടോപ്പിക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കോണ്ടിനെൻ്റൽ പോളാർ എയർ മാസ് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് റീജിയൻ എന്ന് പറയുന്നത് ആർട്ടിക് ബേസിനും നോർത്ത് അമേരിക്ക, അതുപോലെ തന്നെ യൂറേഷ്യ, അന്റാർട്ടിക്ക തുടങ്ങിയ ഭാഗങ്ങളാണ്. ഈ ഒരു എയർ മാസുകൾ ഡ്രൈ, കോൾഡ് ആൻഡ് സ്റ്റേബിൾ കണ്ടീഷൻസ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ വിൻ്റർ സമയങ്ങളിൽ വളരെയധികം ഫ്രിജിഡ്, ക്ലിയർ ആൻഡ് സ്റ്റേബിൾ സിറ്റുവേഷനിലായിരിക്കും. സമ്മർ സമയങ്ങളിൽ ഇത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആൻറ്റി സൈക്ലോണിക് വിൻഡുകളും തുടങ്ങിയ അതിനെയൊക്കെ ലെസർ പ്രിവലൻസസ് ഓഫ് ആൻറ്റി സൈക്ലോണിക് വിൻഡ്സ്, വാമർ ലാൻഡ് മാസസ് ആൻഡ് ലെസർ സ്നോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇനി മെരി ടൈം പോളാർ എയർ മാസ് ആണ്. അപ്പോൾ മെരി ടൈം പോളാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അത് എവിടെയാണ് രൂപീകൃതമാകുന്നത്? പോൾ റീജിയനിലെ ഓഷ്യൻ്റെ മുകളിൽ രൂപീകൃതമാകുന്ന എയർ മാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് റീജിയൻ ഏകദേശം 40 to 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത്. These are actually those continental polar air masses that have moved over the warmer oceans എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ കോണ്ടിനെന്റിൻ്റെ പോളിലെ കോണ്ടിനെന്റിൻ്റെ മുകളിൽ തന്നെയാണ് രൂപീകൃതമാകുന്നത്. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നു? വാമർ ആയിട്ടുള്ള ഓഷ്യൻ്റെ മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും ദെൻ അത് അവിടെ നിന്നും ഹീറ്റപ്പ് ചെയ്യുകയും മോയ്സ്ചറിനെ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതുമാണ്. സോ ഈ സോഴ്സ് റീജിയൻ എന്ന് പറയുന്നത് വളരെ കൂൾ, മോയ്സ്റ്റ് ആൻഡ് അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഒരുപാട് ലോങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കൊന്നും ഇതിന് സർവൈവ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ടൈമിലെ വെതർ എന്ന് പറയുന്നത് വിൻ്റർ സീസണിലുള്ള വെതർ എന്ന് പറയുന്നത് ഹൈ ഹ്യൂമിഡിറ്റി, ഓവർകാസ്റ്റ് സ്കൈസ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഒക്കേഷണലായിട്ട് ഫോഗും പ്രസിപ്പിറ്റേഷനും കാണാൻ കഴിയും. ഇനി സമ്മർ സീസണിലാണെങ്കിൽ ഈ ഒരു ക്ലിയർ ആൻഡ് ഫെയർ ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള വെതർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് കോണ്ടിനെൻ്റൽ ട്രോപ്പിക്കൽ എയർ മാസ് ആണ്. അതായത് ട്രോപ്പിക്കൽ ഏരിയയിൽ കോണ്ടിനെന്റിൻ്റെ മുകളിൽ രൂപീകൃതമാകുന്ന എയർ മാസുകളാണ്. അപ്പോൾ ഇത് സഹാറയിലെ, ആഫ്രിക്കയിലെ സഹാറ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ വെസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളിലുമാണ് നമുക്ക് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഈ എയർ മാസുകൾ വളരെ ഡ്രൈ ആയിരിക്കും, ഹോട്ട് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ സോഴ്സ് റീജിയനിൽ നിന്നും എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളതുമാണ്. ഓക്കെ, ദേ ആർ ഡ്രൈ ത്രൂ ഔട്ട് ദ ഇയർ എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെരിടൈം ട്രോപ്പിക്കൽ എയർ മാസ് ആണ്. അപ്പോൾ ട്രോപ്പിക്കൽ ഏരിയയിൽ ഓഷ്യൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന എയർ മാസുകളെയാണ് മെരിടൈം ട്രോപ്പിക്കൽ എയർ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ട്രോപ്പിക്സ് ആൻഡ് സബ് ട്രോപ്പിക്സിൻ്റെ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള എയർ മാസുകൾ ഫോം ചെയ്യുന്നത്. മെക്സിക്കൻ ഗൾഫ്, പസഫിക്, അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ മുകളിലാണ് ഇത് പ്രധാനമായിട്ടും രൂപീകൃതമാകുന്നത്. ഈ എയർ മാസുകൾ വാം ആയിരിക്കും, ഹ്യൂമിഡ് ആയിരിക്കും ആൻഡ് അൺസ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ്. വിൻ്റർ സീസണിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറേ ഇതിനുണ്ടാവും. അതുപോലെ തന്നെ ഫോഗും ഓവർകാസ്റ്റ് സ്കൈസും ഇതിൻ്റെ ഒരു സ്വഭാവമായിരിക്കും. ഇനി സമ്മർ സീസണിലാണെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറും ഹൈ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ക്യുമുലസ് ക്ലൗഡ്സുകളെ രൂപീകരിക്കാനുള്ളൊരു കഴിവും ആൻഡ് അതേപോലെ തന്നെ കൺവെൻഷണൽ റെയിൻഫാൾ ഉണ്ടാക്കാനുള്ളൊരു കഴിവും ഈ മാരിടൈം ട്രോപ്പിക്കൽ എയർ മാസുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താ മാരിടൈം പോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂൾ ആൻഡ് ഹ്യൂമിഡ് ആണ്. കോണ്ടിനെൻ്റൽ പോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് ആൻഡ് ഡ്രൈ ആണ്. ആൻഡ് അതുപോലെ തന്നെ മാരിടൈം പോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂൾ ആൻഡ് ഹ്യൂമിഡ് ആണ്. മാരിടൈം ട്രോപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാം ആൻഡ് ഹ്യൂമിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് കോണ്ടിനെൻ്റൽ പോളാർ കോൾഡ് ആൻഡ് ഡ്രൈ ആണ്. മാരിടൈം പോളാർ എന്ന് പറയുന്നത് കൂൾ ആൻഡ് ഹ്യൂമിഡ് ആണ്. ദെൻ മാരിടൈം ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് വാം ആൻഡ് ഹ്യൂമിഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഇതിൻ്റെ തെർമോഡൈനാമിക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് മീൻ നമ്മൾ പറഞ്ഞു കോൾഡ് ആണോ വാം ആണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോണ്ടിനെൻ്റൽ പോളാർ കോൾഡ് എയർ മാസ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. കോണ്ടിനെൻ്റൽ പോളാർ വാം എയർ മാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. മെരിടൈം പോളാർ കോൾഡ് എയർ മാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. മാരിടൈം പോളാർ വാം എയർ മാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോണ്ടിനെൻ്റൽ പോളാർ കോൾഡ് എയർ മാസ് എന്ന് പറയുമ്പോൾ പോളാർ റീജിയനിലെ കോണ്ടിനെൻറ്റിൻ്റെ മുകളിൽ രൂപീകൃതമാകുന്ന കോൾഡ് ആയിട്ടുള്ള എയർ മാസ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കോണ്ടിനെൻ്റൽ പോളാർ വാം എയർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടിനെൻറ്റിൻ്റെ പോളാറിലെ കോണ്ടിനെൻറ്റിൻ്റെ മുകളിൽ രൂപീകൃതമാകുന്ന വാം എയർ മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എം ഒന്ന് ചേർക്കണം. മാരിടൈം പോളാർ കോൾഡ് എയർ മാസ് എന്ന് പറയുന്ന സമയത്ത് പോളാർ റീജിയനിലെ ഓഷ്യൻ്റെ മുകളിൽ രൂപീകൃതമാകുന്ന കോൾഡ് എയർ മാസും അതുപോലെ തന്നെ മെരിടൈം പോളാർ വാം എയർ മാസ് എന്ന് പറയുന്ന സമയത്ത് മെരിടൈം പോളാർ ആണ്. അപ്പോൾ എം പി ഡബ്ല്യു ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ റീജിയനിലെ ഓഷ്യൻ മേഖലകളിൽ രൂപീകൃതമാകുന്ന വാം എയർ മാസ് എന്നുള്ള അർത്ഥവുമാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് അതേപോലെ തന്നെ കോണ്ടിനെൻ്റൽ ട്രോപ്പിക്കൽ കോൾഡ് എയർ മാസുകളുണ്ട്, കോണ്ടിനെൻ്റൽ ട്രോപ്പിക്കൽ വാം എയർ മാസുകളുണ്ട്, മാരിടൈം ട്രോപ്പിക്കൽ കോൾഡ് എയർ മാസ് ഉണ്ട്, മാരിടൈം ട്രോപ്പിക്കൽ വാം എയർ മാസും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് മെക്കാനിക്കൽ ആൻഡ് ഡൈനാമിക് മോഡിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു 8 കാറ്റഗറിയെ ആദ്യം ഒരു 4 കാറ്റഗറി വന്നു, ദെൻ 8 കാറ്റഗറി വന്നു. 8 കാറ്റഗറിയെ വീണ്ടും 16 എണ്ണമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 16 എണ്ണം നോക്കൂ. കോണ്ടിനെൻ്റൽ പോളാർ കോൾഡ് സ്റ്റേബിൾ എയർ മാസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പോളാർ റീജിയനിലുള്ള കോണ്ടിനെൻറ്റിൻ്റെ മുകളിൽ രൂപീകൃതമാകുന്ന വളരെ കോൾഡ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എയർ മാസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ 16 എണ്ണമാണ് വരുന്നത്. കോണ്ടിനെൻ്റൽ പോളാർ കോൾഡ് അൺസ്റ്റേബിൾ എയർ മാസ് ഉണ്ട്, കോണ്ടിനെൻ്റൽ പോളാർ വാം സ്റ്റേബിൾ എയർ മാസ് ഉണ്ട്, കോണ്ടിനെൻ്റൽ പോളാർ വാം അൺസ്റ്റേബിൾ എയർ മാസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 16 കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ 8 കാറ്റഗറിയെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ മാസ് എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇതാണ്. ട്രോപ്പിക്കൽ എയർ മാസ് ഉണ്ട്, പോളാർ എയർ മാസ് ഉണ്ട്, ട്രോപ്പിക്കൽ കോണ്ടിനെൻ്റൽ ഉണ്ട്, അതുപോലെ തന്നെ മെരിടൈം ഉണ്ട്, ദെൻ അത് വാം ഉണ്ട്, കോൾഡ് ഉണ്ട്, ദെൻ കോണ്ടിനെൻ്റൽ ട്രോപ്പിക്കൽ വാം സ്റ്റേബിൾ ഉണ്ട്, ദെൻ അൺസ്റ്റേബിൾ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പോളാർ റീജിയനിലും കോണ്ടിനെൻ്റൽ പോളാർ ഉണ്ട്, മാരിടൈം പോളാർ ഉണ്ട്, അതിൻ്റെ വാം ഉണ്ട്, അതിൻ്റെ കോൾഡ് ഉണ്ട്, ദെൻ സ്റ്റേബിൾ ഉണ്ട്, അൺസ്റ്റേബിൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്നത് സ്റ്റേബിളും യു എന്ന് പറയുന്നത് അൺസ്റ്റേബിളുമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മിക്കവാറും എക്സാമുകൾക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യം ഇത്തരത്തിലുള്ളൊരു അല്ലെങ്കിൽ ഇപ്പം അവർ ചോദിക്കുന്ന ചോദ്യം ഇപ്പം കോണ്ടിനെൻ്റൽ പോളാർ കോൾഡ് ആൻഡ് സ്റ്റേബിൾ എയർ മാസിൻ്റെ ഒരു സിമ്പൽ എന്താണ് താഴെ പറയുന്നവയിൽ എന്ന് ചോദിക്കാനുള്ളൊരു സാധ്യത മിക്കവാറും ഉണ്ട്. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാംസിന് അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ
എയർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് ബോഡി ഓഫ് എയർ ആണ്, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ക്യാരി ചെയ്യുന്നതായിട്ടുള്ള ഒരു ഹ്യൂജ് ബോഡി ഓഫ് എയറിനെയാണ് നമ്മൾ എയർ മാസ് എന്ന് വിളിക്കുന്നത്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസുകളുടെ വെതറിനെ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എയർ മാസ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ പ്രദേശങ്ങളിൽ മഴയും കാറ്റും അത് എൻ്റെയർ ആയിട്ടുള്ള അവിടുത്തെ ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ മുന്നേ പഠിച്ച പല ഫിനോമിനാസിനെയും പോലെ ഒരു പ്രദേശത്തിൻ്റെ വെതറിനെ സ്വാധീനിക്കാനുള്ള കഴിവ് എയർ മാസുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.